അപ്പോൾ ഇന്ന് രാത്രി കൂട്ടാൻ കൂടെ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയുടെ ചെറിയൊരു സിമ്പിൾ റെസിപ്പി കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു 2 ബീട്രൂട്ട് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലാണ് വേവിക്കുന്നത്. കാരണം ബീട്രൂട്ട് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒരു വിസിലടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഈ ബീട്രൂട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട സവാള അരിഞ്ഞു വെക്കാം. പ്രത്യേകിച്ചൊന്നും വേണ്ട, സവാള പിന്നെ അതുപോലെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതുണ്ട്. അപ്പോൾ തേങ്ങ ഇവിടെ ചിരണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വേപ്പില, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബീട്രൂട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും റെഡിയാക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വിസിൽ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ആവി പോയി കഴിയുമ്പോൾ നമുക്കിത് തുറന്നെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് കണ്ടാൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി അതിലേക്ക് ഇടാനായിട്ട് ഞാൻ കുറച്ച് കുരുമുളകും കൂടി എടുക്കണ്ട കേട്ടോ. കുറച്ച് ടേസ്റ്റി ആയിട്ട് ഇരിക്കാനായിട്ട് 2-3 കുരുമുളക് കല്ലിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ സ്റ്റവിൽ പാൻ വെച്ച് ചൂടായി ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, വേപ്പില ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇതൊരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് നല്ലതായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ സവാള നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളക് പൊടിയും എടുത്തിടാം. ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ സവാളയിൽ നന്നായിട്ട് പിടിക്കണവരെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ മുളകും മിക്സായിട്ട് മൊരിഞ്ഞ് വരും. അപ്പോൾ മൊരിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ വേവിച്ച് ശരിക്കുന്ന ബീട്രൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ സവാളയൊക്കെ മൊരിഞ്ഞ് കഴിഞ്ഞ ശേഷം വേവിച്ച് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്ത് ബീട്രൂട്ടിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാവും കേട്ടോ, വേവിച്ച് വരുമ്പോഴുള്ള വെള്ളം അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ബീട്രൂട്ട് ഓൾറെഡി വെന്തതാണ്, എന്തായാലും നമ്മളൊന്നും കൂടി അത് ഒരു മസാലയൊക്കെ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ബീട്രൂട്ടിനുള്ള വെള്ളമൊക്കെ ഒന്ന് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ തേങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിട്ട തേങ്ങയ്ക്കെല്ലാം മിക്സായിട്ട് ബീട്രൂട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.